ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് മീനുട്ടി പോകുന്നത്? യോഗ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസം കേട്ടോ. മീനുൻ്റെ വെക്കേഷൻ ഏകദേശം കഴിയാനായി. അപ്പോൾ മീനുകുട്ടി വെക്കേഷനിൽ കാര്യമായിട്ട് വേറെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല, യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ ഒന്ന് എന്തൊക്കെ പരിപാടിയും എന്നാൽ കോമ്പറ്റീഷൻ വെച്ചതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനല്ല അധികം കൊണ്ടുപോകുന്നത്, എൻ്റെ അച്ഛനും പിന്നെ ഇവിടുത്തെ അമ്മയൊക്കെയാണ് ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുപോക്ക്. പിന്നെ ലാസ്റ്റ് ഡേ ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെ മീനുട്ടി പഠിച്ചു എന്ന് നോക്കാമല്ലേ നമുക്ക്. ഇത് ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ചെറിയൊരു തോട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്തുന്ന ആ തോടാണ് കേട്ടോ ഇത്. ഈ വഴിക്കൂടി ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഒരു ബസ്സുണ്ട്, അതിൽ കയറിയിട്ട് പോകണം. മീനുകുട്ടി എന്തൊക്കെ പഠിച്ചു നീ യോഗ ക്ലാസ്സിൽ പോയിട്ട്? പഠിച്ചൊന്നും ചെയ്ത് കാണിക്കില്ല ഞങ്ങൾക്ക് എല്ലാം. വാ പെട്ടെന്ന് വാ, ബസ് പോവും. നല്ല രസമാണ് കേട്ടോ ഞങ്ങളുടെ ഈ തോട് കാണാൻ. ഇത് തൊഴിലുറപ്പിൻ്റെ വക പണിയിൽ സൈഡിൽ എല്ലാം വൃത്തിയാക്കി അങ്ങനെ ആ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം നടന്ന് മേലെ റോഡിൻ്റെ അവിടേക്ക് എത്താനായി. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല കോടിയായിരുന്നു, ഇന്ന് കോടൊന്നുമില്ല. നമ്മളിവിടെയും തോടുണ്ട്, പക്ഷെ ഇപ്പോൾ വെള്ളമല്ല. തോടൊക്കെ നല്ല ഭംഗിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. ഞാൻ ഏകദേശം ടൗൺ എത്തി. ടൗൺ എന്ന് വെച്ചാൽ മെയിൻ റോഡിലേക്ക് എത്തി. ഞങ്ങൾ എത്തിയിട്ടോ. ചെറിയൊരു 10 രൂപയുടെ പോയിൻ്റേ ഉള്ളൂ ബസ്സിൽ. രണ്ടാളും കൂടി ഇറങ്ങി. ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഫ്രീ യോഗ ക്ലാസ്സാണ്, വെക്കേഷനിൽ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അതാ കുറച്ചേ ആയിട്ടുള്ളൂ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട്. ഇവിടെ ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, പിന്നെ പെട്ടെന്ന് തന്നെ ഹോമിയോ വരാനുണ്ട്. ഞങ്ങൾ ലേറ്റായിട്ടോ. അപ്പോൾ നമ്മളോട് 10:30 എത്താൻ പറഞ്ഞാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ലേറ്റാണ്. അകത്ത് പോയി നോക്കാം ആരൊക്കെ വന്നിട്ടുണ്ട്, എത്ര പിള്ളേർ വന്നിട്ടുണ്ടെന്ന്. എന്താ മീൻ ഒരു ചിരിയില്ലാത്ത? 6, 7, 8, 9, 10, 11, 12. Once more. 1, maintain. 2, 3, 4, 5. എത്ര വർഷങ്ങൾ പിന്നിട്ടാലും ഈ കുട്ടിക്കാലത്ത് പഠിച്ച കാര്യങ്ങളൊന്നും നമ്മൾ മറക്കൂല. ഏത് ഉയരങ്ങളിലെത്തിയാലും നമുക്ക് ഈ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രവൃത്തി നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവും. ഫസ്റ്റ് പ്രൈസ് 9 മാർക്ക് കേട്ടോ. 12 9 മാർക്കും ഉള്ളത് ആയിഷ മേഡം. ഫസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് യോഗ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കളികൾ ഉണ്ടായിരുന്നു, കുറച്ച് നല്ല നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ വന്നിട്ട് എന്തെല്ലോ കയ്യിൽ ഉണ്ട് അല്ലേ? എന്തൊക്കെയോ പഠിച്ചിട്ടല്ലേ പോണത് 1 മാസം കൊണ്ട്. അപ്പം ഇത് അങ്ങോളം പോട്ടെ. അപ്പം ഇനി എല്ലാവരും സ്കൂളിലേക്ക് പോവാണ്. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനമുണ്ട്. പങ്കെടുത്ത എല്ലാവരും അവന്തിക, പിന്നെ 26-ാം തീയതി തുടങ്ങിയപ്പം ഒരു 5 പേരെ വെച്ച് തുടങ്ങിയത്. പിന്നെ ഡെയിലി വന്ന് തുടങ്ങിയപ്പോൾ ഒരു 13 പേരെങ്കിലും ഞങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കിട്ടി. അപ്പം എല്ലാവർക്കും എൻ്റെ വിധ ആശംസകൾ. അപ്പോൾ ഇനിയും അതായത് ഓണം വെക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പം എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാണുന്നില്ല നിന്നോ? വെക്കേഷൻ്റെ ഓൾറെഡി
ടീച്ചർ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു പറയേ. ഇവിടെ ക്വിസ് പരിപാടി നടത്തി, അതിലെല്ലാവരും പങ്കെടുത്തു. പിന്നെ കളികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ സാറ് പറഞ്ഞ പോലെ താഴേക്ക് ഭയങ്കര മേളായിരിക്കും, ഞങ്ങൾക്ക് അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കിട്ടാതെയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നിങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ട് പങ്കെടുത്തു. ഇവരിതിലേക്ക് വിട്ട പാരൻസിനോട് നന്ദി പറയാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കണം. അപ്പൻ്റെ യോഗ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. മീനുക്കുട്ടിക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടി. പക്ഷെ മീനുക്കുട്ടിയല്ലേ ആദ്യം മീനുക്കുട്ടിക്ക് ട്രോഫി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷേ പിന്നെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതെന്തൊക്കെയോ മത്സരം വെച്ചാണ്. മീനുവിന് എഴുതാൻ തന്നെ അറിയില്ലല്ലോ. റിട്ടേൺ എക്സാം പോലെ എന്തോ ഒരു ക്വിസായിരുന്നു. മലയാളം നേരെ എഴുതാനൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടുമില്ല. പക്ഷെ എന്താ കിട്ടിയത്, നമുക്കൊരു ബുക്ക് വേറെ ഗിഫ്റ്റ് കിട്ടിയില്ലേ? ഹാപ്പി ആയില്ലേ? ഇഷ്ടപ്പെട്ടോ? ആഹാ. അപ്പോൾ ഇവിടെ കുറേ ഔഷധ സസ്യങ്ങളുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്നിങ്ങനെ മീൻകുട്ടി കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. മണിത്തക്കാളി ഉണ്ടോ? അത് നമ്മളെ തോട്ടത്തിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന സാധനമല്ലേ കുഞ്ഞേ? ആടലോടകം. ആടലോടകം ഇതൊക്കെ ചുമയ്ക്ക് ബെസ്റ്റ് മരുന്നാണ് അല്ലേ മീനു? നമ്മൾ കുടിക്കാറില്ലേ? പിന്നെ ഇതെന്താ പറയും? പനിക്കൂർക്ക. ഇത് നമ്മളെന്ത് ചെയ്യും? കുളിക്കുന്ന വെള്ളത്തിലും ചായയിലൊക്കെ കുടിക്കാറില്ലേ? ആ. ഇതെന്താ പറയും? മുത്തളെന്ന് പറയില്ലേ നമ്മൾ? ഇതെന്താ സംഭവം? ആ, ഇത് നമ്മൾ കഴിക്കാറില്ലേ? ആ, ഉപ്പിട്ട് രാവിലെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുറ്റത്ത് കൂടി കാണുന്ന തന്നെയാണ്. അതാണ് വയമ്പ്. ഇതെനിക്ക് അച്ഛൻ അവിടെ വെള്ളം അരച്ച് തരുമ്പോ അതിന്റെ പേര് വെള്ളത്തിലിടില്ലേ, അതിന്റെ പേരാ രാമിച്ചം. ആ, വെള്ളത്തിലിടുന്നതിൻ്റെ പേരാണ്. ഇതിൻ്റെ പേരാണ് വെള്ളത്തിലിടുക അല്ലേ? അതെന്താണ്? നമ്മുടെ വീട്ടിലുണ്ടോ? കരിനെറ്റി ഏത്? എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ചെറുതാ? എനിക്കറിയില്ല. ആട്ടിക്കോ? അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡിൽ മീനുക്കുട്ടി ഊഞ്ഞാൽ കണ്ടപ്പോൾ കയറി ഇരുന്ന് കളിക്കുകയാണ്. ബസ് ഒന്നാ പോണ്ടേ? പോണ്ടേ? മതിയായോ? ഏത് കൂണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണുന്ന എല്ലാ കൂണും തിന്നാൻ പറ്റൂല. ഓടി വാ. വാ വാ വാ. നമുക്ക് ബസ് ഇപ്പുറത്തു നിന്നാണ് വരിക കേട്ടോ. മീൻകുട്ടി അതാ കാണുന്ന ഊഞ്ഞാലിൽ നിന്നാണ് കളിച്ചത്. ബസ് വന്നോ മീനു? ബസ് വന്നാൽ ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഞാനിത് ആയുർവേദ ഹോസ്പിറ്റലും കൂടിയല്ലേ മീൻകുട്ടീനെ കാണിച്ചിട്ട് അവിടെ തന്നെ ഡോക്ടർ ഒന്ന് കാണിച്ചു. എനിക്ക് ചെറിയൊരു ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം, ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അലോപ്പതി മെഡിസിൻ വേണ്ട, ഒന്ന് ആയുർവേദം ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് എനിക്ക് അലിഷ്ടവും പിന്നെ ഹെയർ ഓയിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെ ഹെയർ വാഷ് ചെയ്യണമെന്നൊക്കെ. നമുക്കെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങളിതാ ടൗണിലെത്തിയിട്ടോ. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി വന്നു. അപ്പോൾ മീനുക്കുട്ടിക്ക് മിഠായി വേണമെന്ന് ഞങ്ങളതാ കാണുന്ന കട, ഞങ്ങൾക്ക് ആ താഴേക്കാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് മിഠായും കൂടി വാങ്ങിയിട്ട് ഞങ്ങളിതാ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി കേട്ടോ. വരുന്ന വിളിക്ക് ഞങ്ങളിതാ നല്ല അടിപൊളി ബീട്രൂട്ടൊക്കെ കണ്ടേ. ഊട്ടിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ മീനുക്കുട്ടീനെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സും കൂടി ആയതുകൊണ്ട് വാങ്ങിക്കൊടുത്തതാ. പിന്നെ മിഠായോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും അവൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ. അല്ലെങ്കിൽ പറയും ഓട്ടോ വിളിക്ക് നടക്കാൻ വയ്യാന്ന് പറയും. പിന്നെ ഓട്ടോയ്ക്ക് കൊടുക്കുന്ന പൈസ എന്തായാലും അവർക്ക് മിഠായി വാങ്ങി കൊടുക്കാതെ അങ്ങനെ വാങ്ങിക്കൊടുത്ത് കൊണ്ടുപോകലാണ്. ഞങ്ങൾക്ക് നല്ല അടിപൊളി ബീട്രൂട്ട് കിട്ടി കേട്ടോ. ഊട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന 2 എണ്ണേ ഉള്ളൂ, പക്ഷെ 1 കിലോയ്ക്ക് കൂടുതലുണ്ട്. അപ്പോൾ മീൻകുട്ടി കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നല്ല ഫ്രഷായിട്ട് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഞങ്ങളിനിതാ വീട്ടിലെത്താനായി. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി വെറുതെ ഇരുന്ന് ഇവരെ പരിപാടി കണ്ടിരുന്ന് എൻ്റെ സമയം അങ്ങ് പോയി. പിന്നെ എല്ലാ ശനിയാഴ്ചയും മീനുകുട്ടിക്ക് യോഗ ക്ലാസ് ഫോളോ അപ്പ് ഉണ്ട്. അപ്പോൾ മീനുകുട്ടി പോവും, വീട്ടിൽ ചെയ്ത് കാണിക്കും. നമുക്ക് കുറേ പുതിയ യോഗയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ വരുന്നുണ്ടാവും, എല്ലാവരും കാണണമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇനി പോകുന്ന വഴിക്ക് അംഗൻവാടി കയറി ആമിക്കുട്ടീൻ്റെ അമൃതപ്പൊടിയൊക്കെ വാങ്ങാനുണ്ട്. നിനക്കല്ല അമൃതപ്പൊടി, ആമിക്കുട്ടിക്കാ. മാറിക്കാം, വണ്ടി വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ശരിക്കും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ മഴക്കാലമൊക്കെ തുടങ്ങി, നല്ല മഴയാണ്, വീട് പണി തിരക്ക്, പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെയായിട്ട് ഞങ്ങൾക്കൊന്നും
വീഡിയോസ് ഒന്നും എടുക്കാനും എടുത്ത വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനും അങ്ങനെയുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. എന്നാലും നമ്മുടെ വീഡിയോസ് പഴയതൊക്കെ കാണുന്നുണ്ട് എല്ലാവരും. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.